ദൈവമേ, ഇനിയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവണേ ദൈവമേ. ദൈവമേ, ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി അമ്മ. അവിടെ ചേരെ ഇനി പാല് കാശി ചടങ്ങ്. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ റെന്റിനെടുത്ത വീടാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ വീടുണ്ട്, വിൽക്കായിട്ടേക്കാണ് എൻ്റെ കല്യാണത്തിന് വേണ്ടി. അച്ഛന് ദീപമൊക്കെ കത്തിച്ചിട്ടുണ്ട്. അച്ഛൻ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവണേ. എൻ്റെ അച്ഛന് ആത്മശാന്തി കിട്ടണേ. അച്ഛൻ വിഷമിക്കണ്ട, നമ്മൾ രക്ഷപ്പെടും, നേരായിട്ടുള്ള രീതിയിൽ രക്ഷപ്പെടും. ഇതൊരു സിറ്റ് ഔട്ട്, പിന്നെ ഇതൊരു ഹാള്, ഇതൊരു റൂമ്, ഇതൊരു റൂമ്, ഇത് ഒരു അല്ലേ വർക്ക് ഏരിയ പോലെ വന്നിട്ടുള്ളത്. ഇത് കിച്ചൺ. മറ്റേ പുകയെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മള് ഗ്യാസ് ഒന്നും എടുത്തിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി ഞാൻ ഗൾഫിന്റെ കഴിഞ്ഞിട്ടില്ല എടുത്തുള്ളത്. വിറകടുപ്പിലാണേ കത്തിക്കണം. വിറകടുപ്പിൽ തന്നെ കത്തിക്കാൻ നമുക്ക്. മണി 9:05 പെട്ടെന്ന്. ഇത് പാല് കൊണ്ട് കതീന് വന്നു. ഇത് ഈ മഴ പെയ്യുമ്പോഴേ നമ്മളെ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളേ, പക്ഷെ മഴ പെയ്യുമ്പോ ചെമ്മരിൽ ഈർപ്പം തട്ടുമല്ലോ, അങ്ങനെ ഉണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ പറ്റതാണ് കേട്ടോ. പിന്നെ ഇത് പുകയെടുപ്പുള്ള സ്ഥലമല്ല, അപ്പൊ അതിങ്ങനെ കാണുള്ളൂ കേട്ടോ. പുക വന്നതാ. പലരിക്കൂ വെള്ളം കൂടെ വേണം മോനെ. വെള്ളം ഒഴിക്കണം പെട്ടെന്ന്. ഗൈസ്, ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. വിളക്ക് നമുക്ക് നിലവിളക്കൊക്കെ ഉണ്ട്, പക്ഷെ ആ നിലവിളക്കൊക്കെ നമുക്ക് ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ അത് എടുത്തോണ്ട് വന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ദൈവമേ, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണേ എനിക്കില്ലെങ്കിലും വെച്ചു. ഇത്രയും കാലം കഷ്ടകാലമായിരുന്നു. ഇനിയെങ്കിലും ഒരു ദിവസം നല്ല ദിവസം ഉണ്ടാവണേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കണോ. അപ്പൊ നീ സെറ്റ് ചെയ്യൂ. ഇനി എനിക്ക് അപ്സരിയൊക്കെ എടുക്കണം ഗൈസ്. ഞാൻ കുളിച്ചിട്ട് നിൽക്കണതേ ഉള്ളൂ. എനിക്ക് അപ്സരിയൊക്കെ എടുത്ത് സെറ്റ് ആവണം. അതുകൊണ്ടാണ് അപ്സരിയല്ല, മുണ്ടും നേരിയതുമാണ്. ഇന്നൊരു സീനാവും. അമ്മ പറ, ഇന്നത്തെ കാര്യം പറ. ഇന്നത്തെ കാര്യം പറയേ. അല്ല, 9:30 മുമ്പ് നമുക്ക് വീട്ടിൽ കയറണമല്ലോ. ചെറിയ രീതിയിലുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആരെയും വിളിച്ചിട്ടില്ല. നേരെ ബന്ധുക്കളൊക്കെ വിളിച്ച് പരാതി രാത്രി 11:30 വിളിച്ചു. 11:30 12 മണി 1 മണിക്കൊക്കെ എല്ലാരും വിളിച്ച് സംസാരിച്ചായിരുന്നു. ആരെയും വിളിച്ചില്ല. എനിക്ക് സ്വന്തം വീടല്ലല്ലോ. നമ്മളിങ്ങനെ വാടകയ്ക്ക് പോകുമ്പോ പിന്നെ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ എല്ലാരെയും വിളിച്ച് പിന്നെ പാല് കാശ് എന്ന് പറയാൻ പറ്റും. അതൊന്നും ശാശ്വതമുള്ളതല്ല. നമ്മൾ ഒരു
എന്തായാലും വാങ്ങിച്ച് ഒരു വീട് വയ്ക്കുമ്പോൾ അതിന് 10 പേരുടെ അടുത്ത് പറയുന്ന അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലത്. ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. നോക്ക് നോക്ക്, ചൂട്ടെടുത്തില്ലായിരുന്നാളിയാ? അമ്മ ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ ബാത്റൂം ടോയ്ലറ്റും ഇവിടെ ആയിട്ടാണ്. പുതിയ ബാത്റൂം ഒക്കെയാണ്. ടോയ്ലറ്റ് പിന്നെ വെളിയിലും ഉണ്ട് കേട്ടോ. ഒരു കുളിമുറിയും ഒരു ബാത്റൂമും, അല്ല സോറി, ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും കിണറുണ്ട്. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് തൂക്കാനൊക്കെ. കുറച്ചൊക്കെ അമ്മ സെറ്റ് ചെയ്ത് തൂക്കിച്ചിട്ടുണ്ട്. മോളെ ഇച്ചിരി കൂട്ടെടുക്കണോ? കലയിൽ ഇവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യണം. അതായത് ഒരു പിരി കത്തിച്ച് ദൈവത്തെ വിചാരിച്ച് കയറിയാൽ അതൊരു പാല് കാശി കയറുന്നത് എന്നെയാണത്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയണം. ഗൈസ്, ചെറിയൊരു ആവശ്യം, ചെറിയ സദ്യയൊക്കെ വെക്കണം കേട്ടോ നമ്മള്. പാല് തിളച്ച് പൊങ്ങി, പാല് നല്ല രീതിയിൽ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. തിളച്ച് പൊങ്ങി മതിയല്ല. ഓ അപ്സരിയാണ്, അപ്സരി. അല്ല അപ്സരിയല്ല, കൊണ്ടുതരും. അച്ഛാ ഓക്കെ നീനോ അപ്പൊ ഇന്നെന്റെ മുട്ടുനേരിയ ലുക്കൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? അമ്മ അങ്ങനെ പാല് തിളപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. അച്ഛനൊക്കെ ഓ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെല്ലാം വെക്കണം. ഇതേ ജ്യൂസ് ഇങ്ങനെയുണ്ട്. നീ നോക്കിയാണ് ഇനി പെരുന്നാൾ ആകാമ. പിന്നെ അച്ഛനൊരു ഗ്ലാസ് കൊണ്ടിരിക്കണം കേട്ടോ. ഇത് കുറച്ചു നേരം വെച്ചിട്ട് നോക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് പാല് കുടിക്കാൻ ഇഷ്ടമല്ല. My father. എന്തിനാ വേണം? എങ്ങനെ എടുക്കണം?
മീന് തളർന്നു കിടക്കണം. ഇങ്ങനെയടി വാ. എന്തായാലും നീ എൻ്റെ ചേച്ചി ആയതുകൊണ്ട് ഒരു പുളിങ്കൊമ്പിൽ കയറി പിടിക്കുമെന്ന് എനിക്കറിയാം. പയ്യനാരാ? ഡോക്ടർ, എഞ്ചിനീയർ, അമേരിക്ക, അമരവിള, ഉത്തമൻ, എനക്ക് കഞ്ഞിപ്പയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേടി. എടി ഈ പ്രേമത്തിന് കണ്ണുമൂക്കില്ലെന്നായിരിക്കും നിനക്ക് മനസ്സിലായി. അല്ല, സാധാരണ ഈ സാഹചര്യത്തിൽ അതാണല്ലോ പറയാറ്. അവനിവിടെ തോട്ടിൽ ചൂണ്ടയിടാൻ വന്നപ്പോ ആ ചൂണ്ടയിൽ നീ കയറി കൊത്തുന്നു ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? പാലിയാശം തന്ന ഉച്ചത്തെ ഫുഡിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ചിത്രത്തൊക്കെ ആയിരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഉച്ചത്തെ ഫുഡ്, ചോറ്, മുട്ട പൊരിച്ചത്, പടവലങ്ങി ഉള്ളിയും കൂടെ ഇട്ട് വിഴുക്ക് വരട്ടിയത്, നാരങ്ങ അച്ചാർ ഇട്ടത്, വീട്ടിൽ വെച്ചതാണ്. പിന്നെ രസം, പപ്പടം, ഇത്രയും വെച്ചിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ ഇന്നത്തത്. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചായിരുന്നോ? എല്ലാവരും വന്ന് കഴിക്കാം. മീൻ കിട്ടിയില്ല കേട്ടോ. മുട്ടയെ നമുക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് കുറച്ച് രസം ഒഴിച്ച് പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതുകൊണ്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല സാധനങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് തറയിൽ നിന്ന് കഴിക്കുന്നത്. തറയിൽ നിന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാലൊക്കെ മടക്കി കഴിക്കാമല്ലോ. മീൻ എടുക്കണമെന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ കഴിക്കണം എങ്ങനെയൊന്ന് കാണിക്കട്ടെ. ചൂടുവെള്ളത്തിൽ കഞ്ഞിളം ഭയങ്കര ഇഷ്ടമാണ്.